ഈ ഒരു സാധനം കൊള്ളാം കേട്ടോ, പൊട്ടറ്റോ ബോൾസ് ആണേ. അപ്പോൾ നമ്മൾ കുറച്ചല്ല 2 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഈ 2 പൊട്ടറ്റോ പുഴുങ്ങിയതാണ്. ഒറ്റ വിസിലെടുത്തിട്ട് ആവി അടിച്ചു വിട്ടു. അപ്പോൾ ഈ പുഴുങ്ങിയ പൊട്ടറ്റോ നമുക്കിതുപോലെ ഉടച്ചെടുക്കാമല്ലേ. ഞാൻ ഗ്ലാസ് കൊണ്ടാണ് ഉടച്ചെടുക്കുന്നത്. ഗ്ലാസ്സൊക്കെ നന്നായിട്ട് കഴുകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൊട്ടറ്റോ സ്മാഷർ ഇല്ലാത്തതുകൊണ്ടാണ് ഇതുപോലെ ഗ്ലാസ് കൊണ്ട് ഉടച്ചെടുക്കുന്നത്. അപ്പോൾ അതില്ലാത്തവരിതാ ഇതുപോലെ ഗ്ലാസ് കൊണ്ട് ഉടച്ചെടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു 3 സ്പൂൺ കോൺഫ്ലോർ ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട്. ഉപ്പ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങുന്ന സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഇത്തിരി പോരായിരുന്നു. അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചില്ലി ഫ്ലേക്സ് അതൊരു 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് ഒറിഗാനോയും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തേ. അങ്ങനെ അത് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ബോളുകളാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട്. നമുക്ക് ഈ പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മുടെ ഈ ബോൾസ് ഇട്ട് കൊടുത്ത് എന്ത് ചെയ്യാം, ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ 2 സൈഡ് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് കളറ് മാറി വന്നിട്ട് നമുക്കൊന്ന് ഇത് കോരിയെടുത്ത് നമ്മുടെ പ്ലേറ്റിലേക്ക് ഇടാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പൊട്ടറ്റോ ബോൾസ്. ഇപ്പോൾ നമ്മുടെ എല്ലാ പൊട്ടറ്റോ ബോൾസും നല്ല സ്നേഹത്തിൽ ഒട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. ഏതായാലും ഞാനൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ ഇതിനൊന്ന് വേർതിരിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ കുറച്ച് ടൊമാറ്റോ സോസൊക്കെ കൂട്ടി നമുക്കിതങ്ങ് കഴിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്ക്.